ഹലോ സുന്ദരികളെ സുന്ദരന്മാരെ, ഞാൻ വീണ്ടും വന്നു. ഇത്തവണ കഴിഞ്ഞ തവണയും കണ്ണട മാറ്റിയിട്ടാണ് വന്നേക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ പ്രശ്നം നിങ്ങളെ കാണിക്കാനായിട്ടാണ്. എൻ്റെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് വരകൾ, ചുളിവുകൾ ഒക്കെ വരാനുള്ള കാരണം ആദ്യം പറയാം. ഒരിടയ്ക്ക് ഭയങ്കര അലർജിറ്റിക് ആയിരുന്നു ഞാൻ. ഇപ്പോഴും അലർജി ഉണ്ട്, പക്ഷേ തുമ്മൽ, ചീറ്റൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നിൽക്കുകയാണ്. കുറച്ച് നാൾ അടുപ്പിച്ച് ഹോമിയോ മെഡിസിൻ എടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. അത് ഇനി ഒരു 8 വർഷത്തേക്ക് വലിയ കുഴപ്പം വരില്ല. പിന്നെ നമ്മൾ വീക്കാകുമ്പോൾ വീണ്ടും ആ പ്രശ്നം വരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെൽത്ത് അനുസരിച്ചാണ് നമ്മുടെ അലർജി പ്രോബ്ലംസ് കൂടുതലും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് കണ്ണ് ചൊറിയുക എന്ന് പറയുന്നത്. ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ വളം കടിക്കുന്ന പോലെ ചൊറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണിങ്ങനെ 2 സൈഡ് കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, 2 സൈഡായിട്ട് ഇങ്ങനെ ഞെരിടേണ്ടി വരും. ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പം ഈ ചൊറിച്ചിൽ നിമിത്തം ഈ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളാവും. അങ്ങനെയാണ് ഈ പാട് വീഴുകയും ചുമക്കും, കണ്ണൊക്കെ ചുമക്കും, ആകെ പ്രശ്നങ്ങളായിരുന്നു ഒരിടയ്ക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചുളിവുകളും ഈ സ്കിന്നിൻ്റെ തൊലി പൊട്ടും. ചില സമയത്ത് ചൊറിഞ്ഞ് പൊട്ടുന്നതാണ് എൻ്റെ കണക്ക്. അപ്പോൾ എത്ര വിചാരിച്ചാലും നമ്മൾ വെള്ളം കൊണ്ടൊന്ന് മുഖം കഴുകി നോക്കുമ്പോൾ ഒന്ന് കുറയും, പിന്നെയും ചൊറിയും. അല്ലെങ്കിൽ ചിലപ്പോൾ AC ഇടുമ്പോൾ ഇച്ചിരി വ്യത്യാസം വരും. ചിലപ്പോൾ AC ഓഫ് ചെയ്യുമ്പോഴായിരിക്കാം ആ ചൊറിച്ചിൽ മാറുന്നത്. കണ്ണ് ഡ്രൈ ആയി പോകാൻ തുടങ്ങും. AC-ക്കകത്തൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ വണ്ടിക്കകത്തിരിക്കുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത്. കാരണം കണ്ണ് നിറഞ്ഞു ഒഴുകുക ഡ്രൈ ആയിട്ട്. അപ്പോൾ ഡ്രൈനെസ് മാറാനായിട്ട് ടിഞ്ചറായിട്ടുള്ള മരുന്ന് ഒഴിക്കാൻ തന്നിട്ടുണ്ട് ഡോക്ടർ. അതുപോലെ കണ്ണിൻ്റെ ഈ ചൊറിച്ചിൽ മാറ്റാൻ ഈ ഹോമിയോ മരുന്ന് കഴിച്ച പിന്നാണ് എൻ്റെ ചൊറിച്ചിൽ മാറിയത്. അതുകൊണ്ടാണ് എനിക്ക് റിങ്കിൾസും ഈ ചെറിയ വെയിൻസ് ഈ ചൊറിയുന്നതിൻ്റെ കൂട്ടത്തിൽ വന്ന് അത് പൊട്ടി ആണ് നമ്മുടെ കണ്ണിന് ചുറ്റും കറുപ്പ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഉറക്കം, ക്ഷീണം, കൂടുതൽ സ്ക്രീൻ നോക്കുക, അങ്ങനെ ടെൻഷൻ വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പാണ് കൂടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇത് മാറ്റിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇച്ചിരി എന്നല്ല, ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഈ പ്രത്യേകിച്ചും ചുളിവ് വീണ് കഴിഞ്ഞാൽ, ചുളിവ് വീഴുന്നത് വരെ വലിയ കുഴപ്പമില്ല. കറുത്ത പാടുകളൊക്കെ നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നന്നായിട്ട് മാറിക്കിട്ടും. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയപടി ആയിക്കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ തന്നെ, അതായത് നമ്മുടെ ഉറക്കം വേണ്ട വിധത്തിൽ കിട്ടാതെ വരിക, സ്ക്രീൻ കൂടുതൽ യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കണ്ണട വയ്ക്കാതിരിക്കുക. ഇതെല്ലാം പ്രധാനമാണ്. കണ്ണട വയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കും, നമ്മളറിയില്ല. ഇങ്ങനെ നെറ്റിയൊക്കെ ചുളിച്ച് വെച്ച് നോക്കുമ്പോൾ ഈ നെറ്റിയിൽ ചുളിവ് പെട്ടെന്ന് വീഴും. അപ്പോൾ കണ്ണട വെക്കേണ്ട സമയമാകുമ്പോൾ കണ്ണട വെക്കണം. പ്രായം കൂടുതലാകുമെന്നും പറഞ്ഞ് പലരും കണ്ണട ഉപയോഗിക്കില്ല. അതുണ്ടാക്കുന്ന പ്രശ്നം, പ്രായം കൂടുതൽ തോന്നിക്കുന്ന രീതിയിൽ നെറ്റിയിൽ വരകൾ വീഴും. അപ്പം ഈ വരകൾ, ഇവിടെയൊക്കെ എനിക്ക് വരകൾ കൂടുതലുണ്ടായിരുന്നു, ഈ ക്രോസ് റേറ്റ് പോലെ. അതൊക്കെ ഇപ്പം ഏകദേശം മാറി വരുന്നു. വലിയ ചുളിവുകളും ഒക്കെ ഉണ്ടായിരുന്നു, ഇച്ചിരി ലൂസായിരുന്നു സ്കിന്ന്. അതൊക്കെ ഇപ്പോൾ കെയർ ചെയ്തേ പിന്നെ നന്നായിട്ട് വ്യത്യാസം വന്നു. അതിൽ പ്രധാനം നമ്മുടെ കൊളാജൻ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ചെല്ലുക എന്നുള്ളതാണ്. കൊളാജൻ ഉണ്ടാക്കുന്ന ഫുഡുകൾ നമ്മൾ ഉപയോഗിക്കുക. അവക്കോടയാണ് ഏറ്റവും ബെസ്റ്റ്. അവക്കോട വെറുതെ ഇച്ചിരി പാലിൽ മിക്സ് ചെയ്ത്, പഴുത്ത പഴം അത് പഴുത്ത് കഴിയുമ്പോൾ ആ ക്രീം പാലിൽ ഒരു 1/2 ഗ്ലാസ് പാലിലെങ്കിലും മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് എപ്പോഴും നല്ല. വെണ്ണ പോലിരിക്കും, വെണ്ണപ്പഴം എന്നൊക്കെയാണല്ലോ അതിന് പറയുന്നത്. അതിന് വലിയ പ്രത്യേകിച്ച് രുചി വ്യത്യാസമൊന്നുമില്ല. ഒരല്പം മധുരം കൂടി ഇട്ടാൽ നല്ല ഐസ്ക്രീം കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം. അതുപോലെ ഒരല്പം അവക്കോട നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് നമ്മൾ അത് വെച്ച് മസാജ് ചെയ്യുക, കണ്ണിന് ചുറ്റും പാക്കിടുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതും ഈ ചുളിവുകൾ പെട്ടെന്ന് ഇല്ലാതാക്കാൻ നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രായം ചെല്ലുന്തോറും വൈറ്റമിൻ ഇ അത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതും ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് യൂസ് ചെയ്താൽ ഭയങ്കര കട്ടിയാണ്, നമുക്ക് സ്കിന്നിലൊന്നും തൊടാൻ പറ്റില്ല. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയേറ്റർ ഉപയോഗിക്കണം. അതിന് അലോവേറ ജെല്ല്, അലോവേറയ്ക്കകത്തിരിക്കുന്ന ജെല്ല് നമുക്ക് ഒറിജിനൽ അറിയാം. അലോവേറ ജെല്ലിൻ്റെ അകത്ത് തന്നെ
അതിൻ്റെ അകത്ത് ഒരു ക്യാപ്സൂളിൻ്റെ ഒരു തുള്ളി ഒരു ഒന്ന് പിൻ വെച്ചിട്ട് അത് ആ ക്യാപ്സൂളിൽ ഒരു പച്ച ക്യാപ്സൂൾ നമ്മൾ ഉള്ളി കഴിക്കുന്ന ക്യാപ്സൂളാണ്. ആ ക്യാപ്സൂളിൽ ഒരു ഡോട്ട് ഒന്ന് പിൻവെച്ച് ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ ഒരു തുള്ളി നമുക്കതിൻ്റെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അത് അതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു തുള്ളി മതി. അത് ഏതെങ്കിലും മീഡിയേറ്ററിൽ മിക്സ് ചെയ്തിട്ട് വെറുതെ ഇപ്പോൾ നമുക്ക് ചേരുന്ന ഓയിൽ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്ത് നമുക്ക് മിക്സ് ചെയ്യാം, അല്ല വെണ്ണയുണ്ടെങ്കിൽ വെണ്ണയ്ക്കകത്ത് നമുക്ക് മിക്സ് ചെയ്തിടാം. ഏറ്റവും ബെസ്റ്റ് കണ്ണിനൊക്കെ നല്ലത് വെണ്ണ തന്നെയാണ്. വെണ്ണ ഇങ്ങനെ പുരട്ടുന്നത് നല്ലതാണ് കണ്ണിന് ചുറ്റും. പെട്ടെന്ന് കണ്ണിൻ്റെ ചുളിവുകളും കണ്ണിൻ്റെ കറുപ്പുമൊക്കെ നന്നായിട്ട് കുറയും. പിന്നെ പൊട്ടറ്റോ ജ്യൂസ്, വെള്ളരിക്കയുടെ ജ്യൂസ്, ഞാൻ പറഞ്ഞ ഉരുളക്കിഴങ്ങ് തീരെ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ണിന് ചുറ്റും വയ്ക്കാം. പക്ഷേ കൂടുതലും നല്ലത് ഈ വെള്ളരിക്കയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെയോ ഒക്കെ ജ്യൂസ് എടുത്തിട്ട് അത് ഒരു പഞ്ഞിക്കകത്ത് മുക്കി കണ്ണിന് ചുറ്റും വയ്ക്കുക. തിരിച്ചും മറിച്ചും അതിൻ്റെ തണുപ്പ് പോകുന്നിടം വരെ വയ്ക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. അതൊരു 3-4 ദിവസം ആ ഒരു പഞ്ഞി തന്നെ നമുക്ക് ഉപയോഗിക്കാം 2 കണ്ണിലും. അത് കഴിയുമ്പോൾ അത് മാറ്റണം. വീണ്ടും അടുത്ത ഇത് ജ്യൂസ് എടുത്ത് വയ്ക്കണം. അതിൻ്റെ അകത്തും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു തുള്ളി വൈറ്റമിൻ ഇ ചേർക്കാം. വൈറ്റമിൻ ഇ കഴിക്കുകയും വേണം. അപ്പോൾ കണ്ണിന് ചുറ്റും നമ്മൾ എപ്പോഴും കൂടുതൽ നേരം മൊബൈൽ നോക്കുകയോ ടി വി കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് അടച്ച് തുറക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുക ഒരു 10-15 തവണ. അത് നമുക്ക് ഏത് ഓഫീസ് വർക്കിൻ്റെ ഇടയ്ക്കും നമുക്ക് ചെയ്യാം. കണ്ണിന് അതൊരു റെസ്റ്റ് കിട്ടും. പിന്നെ അറിയാമല്ലോ ശ്വസനക്രിയ, അത് കണ്ണിനെ ഒരുപാട് ഗുണം ചെയ്യും. കണ്ണ് തെളിയാനൊക്കെ നല്ലതാണ്. പിന്നെ ഒരുപാട് തവണ കണ്ണ് കഴുകുന്നത് നല്ലതല്ല. ഒരു ദിവസം 3 തവണയിൽ കൂടുതൽ കണ്ണ് കഴുകേണ്ട കാര്യമില്ല. കാര്യം കൂടുതൽ എനിക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു. ഈ തുമ്മലും ചീറ്റലും ഒക്കെ വരുന്ന സമയത്ത് ഞാൻ കൂടെ കണ്ണ് കഴുകുമായിരുന്നു. അതായിരുന്നു കണ്ണ് ഡ്രൈ ആകാൻ ഇടയാക്കി. അതുപോലെ എ സിയും ഡ്രൈ ആക്കും. അപ്പോൾ എ സി നമുക്ക് പലപ്പോഴും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ എ സിക്ക് കയറുന്നതിന് മുമ്പ് അതിൻ്റെ ടിഞ്ചർ ഡ്രൈ ആകാതിരിക്കാനുള്ള ടിഞ്ചർ യൂസ് ചെയ്യാമെന്ന് മാത്രമേ രക്ഷയുള്ളൂ. അപ്പം ഇതാണ് കണ്ണിൻ്റെ ശ്രദ്ധിക്കുക. പിന്നെ രാത്രിയിൽ അണ്ടർ ഐ ക്രീം പുരട്ടാം. ഏത് ക്രീമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം കഴിയുന്നതും വില കൂടുന്നതനുസരിച്ച് ക്വാളിറ്റി കൂടും എന്നുള്ളൊരു ചിന്തയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. പക്ഷേ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. വെളുക്കാൻ തേക്കുന്നത് പാണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ കണ്ണിൻ്റെ അടിയിൽ അണ്ടർ ഐ ക്രീം എന്ന് പറയുന്നത് കണ്ണിൻ്റെ അടിയിൽ പുരട്ടാനുള്ളതല്ല, അത് കണ്ണിൻ്റെ പോളെ പുരട്ടാനുള്ളതല്ല. പലരും അണ്ടർ ഐ ക്രീം എടുത്തിട്ട് ഈ കണ്ണിൻ്റെ സൈഡിലും ഇങ്ങനെ സൈഡിൽ പുരട്ടുന്നതിന് കുഴപ്പമില്ല, ഇന്നർ കോർണറിൻ്റെ അകത്തേക്ക് പോരുത്. കണ്ണിൻ്റെ പോളയിലും പുരട്ടാനുള്ളതല്ല അണ്ടർ ഐ ക്രീം. അടിയിൽ ഈ ഭാഗത്ത് മാത്രം പുരട്ടാനുള്ളതാണ് അണ്ടർ ഐ ക്രീം. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. അണ്ടർ ഐ ക്രീമിന് പകരം ഞാൻ പറഞ്ഞല്ലോ അവക്കോട. പിന്നെ നമ്മൾ വിചാരിക്കും ഇതിനൊക്കെ സമയം കണ്ടെത്തണ്ടേ. പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളരിക്ക അരിയുമ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന കുരു ഇരിക്കുന്ന ഭാഗമില്ല, അത് കയ്യിലേക്ക് ഇടുക, ഒന്ന് ഞെരിടുക, അന്ന് കൈയൊന്ന് മുഖം മുഴുവൻ നമുക്ക് ഒന്ന് പുരട്ടാൻ കഴുത്തലൊക്കെ പുരട്ടാൻ കിട്ടും. തേങ്ങാപ്പീരക്കകത്ത് 2 കൈയും കൂടെ പ്രസ് ചെയ്തിട്ട് ആ തേങ്ങാപ്പീര തട്ടി മാറ്റിയിട്ട് അത് മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ തേങ്ങാപ്പാലായി. ഇതിനൊന്നും അധികം സമയം കണ്ടെത്തണ്ട. അത് പുരട്ടി നമ്മൾ പാചകം കഴിയുമ്പോൾ മുഖം കഴിയാൽ മതി. അത് അത്രയും നേരം അവിടെ ഇരുന്നോളും. തക്കാളിക്ക എടുക്കുകയാണെങ്കിൽ തക്കാളിക്കയുടെ അകത്തുള്ള പൾപ്പ് അത് ഇതുപോലെ ആ ഭാഗം ഒന്ന് എടുക്കുക, കയ്യിൽ പുരട്ടുക, മുഖത്തോട്ട് പുരട്ടുക. അതിന് അധികം സമയം വേണ്ട. നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. എത്ര ധൃതിയാണെങ്കിലും നമ്മൾ പല്ല് തേക്കാതെ പുറത്തേക്ക് ഇറങ്ങില്ലല്ലോ. അതുപോലെ തന്നെ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ കൈ ഒന്ന് മുഖത്തോട്ട് പുരട്ടുക എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുളക് കീറിയിട്ട് അതിൻ്റെ പുറത്തോട്ട് പച്ചമുളക് കീറിയിട്ട് അതിൻ്റെ ആ കൈയുടെ പുറത്ത് ഇതെടുത്ത് പുരട്ടി എന്നെ ചീത്ത വിളിച്ചേക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ശരി, എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കൂ.